നൗഷാദ് കെ പി, ബഹുമാനം നിറഞ്ഞ ഈ കോളേജ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, അധ്യാപകന്മാർ, വിദ്യാർത്ഥിനികൾ, എല്ലാത്തിനുമുപരി ഇന്നത്തെ വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന് ആദരിക്കപ്പെടുന്ന ഗ്രാജുവേഷൻ സെറിമണിയിൽ തങ്ങളുടെ ബിരുദവും ബിരുദാന്തരവും വിജയിച്ച് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിലെ വരുന്ന വിദ്യാർത്ഥികളെ രണ്ട് കൈകൾ നീട്ടി സ്വീകരിച്ചുകൊണ്ട് അറിവ് കൊടുത്തുകൊണ്ട് ആ വിദ്യാർത്ഥികളെ ഉയർന്ന പഠനത്തിലേക്ക് എത്തുക എന്നത് ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിലാഷമാണ്. ആ അഭിലാഷം പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് NAM കോളേജിൽ സംഘടിപ്പിക്കുന്നത്. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും മറ്റ് സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന അനുദിന മാറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കോളേജാണ് NAM കോളേജ് കല്ലിക്കണ്ടി. അവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു അറിവാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള അധ്യാപകന്മാരും അതിന് ബിരുദം നൽകുന്ന PTA-യും കോളേജിന്റെ ഭാരവാഹികളും ഏത് സമയവും ഈ കോളേജിന്റെ ഉന്നതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഏകദേശം 300-ൽ വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതുകയും അതിൽ 73% വിദ്യാർത്ഥികൾ ഉയർന്ന അറിവിന്റെ പരീക്ഷ നേടിയെടുക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ചടങ്ങിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ആ അക്കാഡമിക്കിന്റെ ആ ഡ്രസ്സ് വിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഇരിക്കുമ്പോൾ പല ഭാഗത്തു നിന്നും അവർ സന്തോഷത്തിന്റെ കുളിർമഴ പോലെ അവർ സെൽഫി എടുത്തുകൊണ്ടും മറ്റാളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവണത കാണാൻ സാധിച്ചു. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷമുള്ളത് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെ ഒരു ഉയർന്ന വിദ്യാഭ്യാസത്തിൽ എത്തിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ്. ആ അഭിലാഷം സഫലീകരിച്ചതിന്റെ സന്തോഷം ഇന്ന് രക്ഷിതാക്കളുടെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് പഠിക്കണം എന്നൊരാഗ്രഹം ഒന്ന് രക്ഷിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതറ്റം വരെ തൻ്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമോ ആ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാൻ രക്ഷിതാക്കൾ രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ പിന്തുണക്കുന്നതാണ് ഇത് കാണാൻ സാധിക്കുന്നത്. പല ദുഃഖങ്ങളും ത്യാഗങ്ങളും സഹിച്ചാണെങ്കിലും അവരുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ മക്കളെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൽ എത്തിച്ചുകൊണ്ട് ഉയർന്ന തൊഴിൽ ലഭിക്കുക എന്നാണ് അവരുടെ അഭിലാഷം. ആ അഭിലാഷം പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് രക്ഷിതാക്കൾ. ഇനിയും അങ്ങോട്ട് രക്ഷിതാക്കളുടെ ഒരു ആദ്യം ഉണ്ടാവും. ഇനി എൻ്റെ മക്കൾ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്ന്. രക്ഷിതാക്കളുടെ ഒരു അഭ്യർത്ഥന, മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് സ്വതന്ത്രമായി അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുകളിലോട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിൽ എത്തിക്കാൻ അവർ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ പാത നിങ്ങൾക്ക് നേടിത്തന്നത് NAM കോളേജ് കല്ലിക്കണ്ടിയാണ്. ആ കോളേജ് നിങ്ങൾക്ക് നൽകിയ അറിവിന്റെ അടിത്തറ നിങ്ങൾക്ക് നൽകിയപ്പോൾ അത് ഇനിയും ഉന്നതിയിലേക്ക് പോകാനുള്ള അറിവാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നാടിന്റെ സംസ്ഥാനത്തിന്റെ ചിലപ്പോൾ രാജ്യത്തിന്റെ തന്നെ അറിവിന്റെ മാറ്റത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 90ഓളം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ പരാജയം ഒരിക്കലും വിജയത്തിൽ നിന്ന് പിന്നോട്ടടിക്കരുത്. കാരണം പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ഉന്നതരായ ഈ രാജ്യത്തിന്റെ വക്താക്കളും വിജയത്തിലേക്ക് കുതിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പൈലറ്റ് ആവുക എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന്റെ പരീക്ഷകൾ പാസ്സായി. പക്ഷെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ പരാജയം
അദ്ദേഹം പിൻവാങ്ങാൻ നിൽക്കാതെ വീണ്ടും മുന്നോട്ട് പോയി. പിന്നീട് രാജ്യം അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു സ്പേസ് മാനായാണ് നമ്മുടെ രാഷ്ട്രപതി മാറിയത്. തടസ്സങ്ങൾ പലതും ഉണ്ടാകും. ചിലപ്പോൾ ഒരു പുഴയൊഴുകി വരുമ്പോൾ കല്ലുകളും കാടുകളും ഉണ്ടാവും. പക്ഷെ പുഴ എവിടെയാണോ ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടത് അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് പുഴ മുമ്പോട്ട് പോകുന്നത്. അതേപോലെ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ, ആ കുതിച്ചുചാട്ടത്തിന് ഉന്നതിയിലേക്ക് പോകാൻ നിങ്ങൾ മുന്നോട്ട് വരണം മാത്രമാണ് ഈ കോൺവെക്കേഷൻ പരിപാടിയിൽ നിങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ നിങ്ങൾ ഈ വരുന്ന മേഖലയിലേക്ക്, ഏത് തൊഴിൽ മേഖലയിലേക്ക് പോകണമെന്ന് അറിയാനുള്ളതാണ്. അറിവിനെ സംബന്ധിച്ചിടത്തോളം, അറിവ് ചിലപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 100 വയസ്സായാലും അറിവ് ഒരിക്കലും പൂർത്തീകരിക്കില്ല. അങ്ങനെയാണ് ഇന്ന് സാങ്കേതിക ശാസ്ത്ര മേഖലയിലെ മാറ്റങ്ങൾ. അറിവുകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ജെൻസി എന്ന് അറിയപ്പെടുന്ന നിങ്ങളുടെ തലമുറകൾ പുതിയ പുതിയ ഹൈടെക് മേഖലയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലായാലും, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടാനായാലും, ഈ നാടിന്റെ രക്ഷക്കായാലും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പിന്നിൽ എത്രയോ ആളുകളുണ്ട് എന്ന് കാണിക്കുന്ന ചരിത്രം പോലും ഇന്ന് ഇന്ത്യ രാജ്യത്ത് തിരിച്ചറിഞ്ഞ ജൻസി വിഭാഗമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ എത്ര മുമ്പോട്ട് പോകുമ്പോഴും അത് ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ഉന്നതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളും അറിവും ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ഉയർന്ന മേഖലയിൽ എത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥരായാലും ചിലപ്പോൾ ഈ നാട് ഭരിക്കേണ്ട ഉയർന്ന പദവിയിൽ എത്തുമ്പോഴും നിങ്ങളെ നിങ്ങളാക്കിയ രക്ഷിതാക്കളെയും അതേപോലെ ഗുരുജനങ്ങളെയും സമൂഹത്തെയും മറന്നുകൊണ്ടൊരു പ്രവർത്തനത്തിന് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. നിങ്ങളുടെ പ്രവർത്തനം ആ നാടിനെ രക്ഷിക്കാനും സമൂഹത്തെ രക്ഷിക്കാനും, സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയെന്ന് ചരിത്രത്തിന്റെ ഭാഗത്ത് തെളിയിക്കാനുള്ള പ്രവണത നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് NAM കോളേജ് കാലിക്കറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ബിരുദാന്തര ചടങ്ങിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ആദരിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.